ഹേ ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മീൻസ് ഒരു ബീച്ച് ഡേറ്റ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ബീച്ചിലാണ് പോണത്. ഫോർട്ടോച്ചി ബീച്ചിൽ പോണില്ല, നമ്മൾ വേറെ ബീച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോണത് നമ്മുടെ ഇവിടെ നിന്ന് ഏറ്റവും അടുത്ത് വൈപ്പിൻ ബീച്ചാണല്ലോ. അങ്ങനെ പോണ വഴിയാണ് നമ്മൾ ഈ ഒരു ഷിപ്പ് കാണുന്നത്. നമ്മുടെ റാഡോ നേവി ഷിപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അക്കുക്ക് ഇത് കണ്ടപ്പോൾ ഇത് കുറച്ച് നേരം കാണണം. അക്കുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് ക്രേസുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴ ഉള്ള സമയം കേട്ടോ. വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ മഴയില്ല എന്നുള്ളൂ, ഫുൾ മഴ സമയമാണ്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഫസ്റ്റ് ബീച്ചാണ്. എനിക്ക് ബീച്ചിൽ പോണതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഫോർട്ടോച്ചി ബീച്ചിൽ വെച്ചാൽ അതായത് വെള്ളമൊക്കെ കയറി നമുക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പോണില്ല. വൈപ്പിൽ പിന്നെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ വൈപ്പിൻ ബീച്ച് കഴിഞ്ഞിട്ട് വേറൊരു സ്പേസ് ഉണ്ട്, അങ്ങോട്ടാണ് പോണത്. വൈപ്പിൻ ബീച്ച് മീൻസ് അവിടെ മരവും കാര്യങ്ങളൊന്നും ഇല്ല. വൈപ്പിൻ ബീച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ മരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ മിക്കപ്പോഴും പോകുമ്പോൾ ഫോട്ടോഷൂട്ടായിരിക്കും. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഒരു ചെളി കൂടെയൊക്കെ വരേണ്ടി വന്നിട്ടാ. ബൈക്ക് കാല് കുത്തിയ കൂടെ ഷൂ തീർന്ന് അമ്മാതിരി ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ ഒരു ചെറിയ ഏരിയ ആണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എപ്പോഴും വന്നാലും കപ്പിൾസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്, ഫാമിലി ഒന്നും ഉണ്ടാവാറില്ല. മഴയും കൂടെ ആകുമ്പോഴത്തേക്കും കൂടെ വരാനുള്ള വഴി കുറച്ച് എന്താ പറയുക, കാറ് പോയില്ല, ബൈക്ക് നമുക്ക് കാല് കുത്തിയാൽ ഫുൾ ചെളിയായിരിക്കും. ഒറ്റ റേസിന് അങ്ങോട്ട് വരണം, അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചെത്തിയപ്പോഴേക്കും മഴ ഇപ്പം പെയ്യും എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അക്കുവാണെങ്കിൽ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും തിരയൊക്കെ ഫുൾ ഇപ്പുറത്തേക്ക് ഇങ്ങനെ വന്നെയായിരുന്നു. ഞാനപ്പോൾ ഷൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഷൂട്ട് വന്നു. അപ്പോൾ പിന്നെ നമുക്കിനി ഒന്നും ചെയ്യാനില്ല, കാരണം തിര കംപ്ലീറ്റ് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു സമയത്ത് ബീച്ചിലേക്കേ പോയിട്ടില്ല. നമ്മൾ ഫാമിലിയായിട്ട് ഒബ്വിയസ്ലി പോയില്ലല്ലോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ സമയത്ത് ഇതാക്കും ഷൂട്ടിട്ട് അങ്ങോട്ട് നടക്കേണ്ട, വെള്ളം ആവാണ്ടിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല, കാരണം വെള്ളം ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് പൊക്കോണ്ടത്. കാരണം തിര വന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലാവല്ലോ തിരയുടെ അത്ര ഫോഴ്സ് ആണെന്ന്. ആസ് യൂഷ്വൽ ഇവിടെ കുറേ കപ്പിൾസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്തോ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ വീണ്ടും നടക്കുന്നുണ്ടായിരുന്നു. കുറേ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇറങ്ങി. നല്ലൊരു കാമായിട്ടുള്ള നല്ലൊരു മൂടി അറ്റ്മോസ്ഫിയർ, നല്ല രസമുണ്ടായിരുന്നു. ശരി, നമ്മൾ വെയിലത്തോ അത്ര ഇതിൽ പോണേക്കാട്ടി നല്ലത് ഈ ഒരു ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല തിരക്കൊക്കെ ഭയങ്കര ഫോഴ്സ് ഉണ്ടായിരുന്നു. മഴ ഇപ്പം പെയ്യുമെന്നും പറഞ്ഞ് നിൽക്കണം. ഈ ഒരു മൂടിയ ഇതിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാനും ഒക്കെ ബീച്ചിലൊന്നും പ്രിഫർ ചെയ്തിട്ടില്ല. ഇതിന് മുന്നേ ആണെങ്കിലും ഞങ്ങൾ അങ്ങനെ ബീച്ചിലൊന്നും വന്നിട്ടില്ല, വേറെ വേറെ സ്ഥലത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അക്കോ ആണെങ്കിൽ എന്നെ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഞാനാണെങ്കിൽ അവിടെ നേച്ചറൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് അപ്പുറം നിൽപ്പുണ്ട്. അങ്ങനെയായിരുന്നു. അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട, അതിന് മുന്നേ തന്നെ കണ്ടില്ല അറ്റത്താണ് തിരയെങ്കിൽ ഇവിടം വരെ അത്രയും ഫോഴ്സിന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കണേ. ലാസ്റ്റ് അക്കൂടെ ഷൂവും നനഞ്ഞ്, കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, കാരണം അത്ര തിര ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ ഒക്കെ പറഞ്ഞ അയ്യോ ഷൂ ഇട്ടിട്ട് വരണ്ടായിരുന്നു. ഷൂരി ഇടാനും പറ്റില്ല, ഷൂരി എവിടെയെങ്കിലും ഇട്ടാൽ വേറെ വഴി പോകും വെള്ളത്തിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിലൊക്കെ കളിച്ച്. അക്കുവമ്മൻ ഏതായാലും ഷൂ നനഞ്ഞപ്പോഴത്തേക്കും ആളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പൊതുവെ ബീച്ചിൽ പോയാലും ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങണത്, വെള്ളത്തിൽ ഇറങ്ങാണ്ട് വന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാനും എൻ്റെ ഫ്രണ്ട്സായിട്ട് ആലപ്പുഴ ബീച്ചിൽ പോയില്ല, അപ്പോഴാണ് ഞാൻ ഇന്ദുസേറം ലാസ്റ്റ് ബീച്ചിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് ഷൂ ഇട്ടോണ്ട് പുതിയ ഷൂ ആണ് വൈറ്റ്, അതുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങിയില്ല എന്നുള്ളൂ. അപ്പോൾ അക്കുവും ഷൂ ഒക്കെ ഊരി സെറ്റായി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരമല്ല കുറച്ചധികം നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കുറേ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ വെറുതെ നിൽക്കും കേട്ടോ. കാരണം ആകെ ഒരു മാസമേ ഉള്ളൂ അക്കു, അത് കഴിഞ്ഞ് അക്കു തിരിച്ചു പോകും. അപ്പോൾ ചെറിയ ഞങ്ങളുടെ ചെറിയ മൊമെൻറ്റ്സ് എന്ന് പറയും. സോ എനിക്കാണെങ്കിൽ പറയത്തക്ക ലീവില്ല, ഓഫീസിൽ നിന്ന് ലീവ് എടുക്കാൻ വേണ്ടി പറ്റില്ല, കുറച്ച് ലീവേ ഉള്ളൂ. അപ്പോൾ ഓഫീസ് വിട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൂടുതൽ സമയം എല്ലായിടത്തും പോണത്. അങ്ങനെ ഞങ്ങൾ അതേ വെള്ളത്തിലേക്ക് കളിച്ചു. അപ്പോഴത്തേക്കും ഇവിടുത്തെ കുറച്ച് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രൗഡ് കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമുക്കിവിടെ പോയി. ഇവിടെയാണെങ്കിൽ ഈ ഒരു മഴയൊരു സമയമായതുകൊണ്ട് വേറെ സ്നാക്സോ കാര്യങ്ങളോ ഐസ്ക്രീം അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല, പുറത്ത് പോകണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും ഇനി പുറത്ത് പോയി ചായ കുടിക്കുക. അക്കൊക്കെ ആകെ നനഞ്ഞ് ഷൂ ഒക്കെ നനഞ്ഞൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ പോണത്. സോ ഇത്ര ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗ്, ഒരു ചെറിയ ബീച്ച് ഡേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ പുതിയ വ്ളോഗൊക്കെ ആയിട്ട് കാണാം. സോ സ്റ്റേ ട്യൂൺഡ്, ബൈ.